എന്നത്തെയും പോലെ തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് നേരെ ചെന്ന് കുളിക്കാൻ കയറി കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വന്ന് ബെല്ലൂനുള്ള ഫുഡും വെള്ളമൊക്കെ സെറ്റാക്കി വെച്ച് കൊടുത്തു. അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ വിളക്ക് വയ്ക്കാൻ വന്നത് കേട്ടോ. ഈ രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ വല്ലാത്തൊരു സുഖമല്ലേ. അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് പോന്നു. നമുക്ക് രാവിലത്തേക്ക് പുട്ടാണ് ഇന്നും ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി കുറച്ച് നാൾ പുട്ടൊക്കെ തിന്നും മടുക്കുമ്പോൾ അടുത്തയിലേക്ക് ചാടും. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ വേഗം ഒരു കടലക്കറിയൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തലേ ദിവസം പൂവ് മാറ്റിയിടണമല്ലോ, അതൊക്കെ മാറ്റിയിട്ടു. ഇതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചുവാരി തുടയ്ക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തില്ല. എന്നിട്ട് പിന്നെ നേരെ പൂവിടാനായിട്ട് ഇരുന്നു. നമ്മുടെ വീട്ടിൽ അധികം പൂവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് ഒരു 50 രൂപയ്ക്ക് ഒരു കിറ്റ് പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ തീർന്നു തുടങ്ങി, ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വെള്ളപ്പൂ നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് കയ്യിലുള്ള പൂവൊക്കെ വെച്ച് ഒരു പൂക്കളങ്ങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയൂ, ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ചായ കുടിക്കാനായിട്ട് പോയിട്ടോ. പുട്ടും കടലക്കറിയാണ് എന്നത്തെയും പോലെ തന്നെ. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഈ ഒരു വിശാഖ നാളിലെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.